പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജൂലൈ മാസം 7-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. യേശു നിങ്ങളുടെ ഉത്തരമാണ്. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മ അപ്പന്മാരോ എന്ന് ചോദിച്ചു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ദൈവം എന്നോട് ഇടപെട്ടത് അനേക ആയിരങ്ങൾ പലവിധ ചോദ്യത്തിന്റെ നടുവിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് 23 വർഷമായി ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ട്. പല പ്രാവശ്യവും ശത്രുവായ പിശാച് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇനി നീ എന്തു ചെയ്യും, ഇനി നീ എങ്ങനെയാകും, ഇനി നീ എങ്ങനെ മുമ്പോട്ട് പോകും. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങളുടെ നന്മ ആഗ്രഹിക്കാത്ത എല്ലാവരും നിങ്ങളുടെ കഷ്ടസമയത്ത് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ എന്തായി ദൈവത്തെ വിളിക്കാൻ ഇറങ്ങിയിട്ട്, എങ്ങനെ മുമ്പോട്ട്, ഇങ്ങനെ അനവധി ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ മുമ്പോട്ട് പോകാൻ കഴിയാതെ നിൽക്കുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, 1000 പേർ ഒരുമിച്ച് നിന്നാലും അതിൻ്റെ നടുവിൽ വേദന അനുഭവിക്കുന്നവനെ വ്യക്തമായി അറിയാവുന്ന, യേശുവേ എന്ന് ഉള്ള മുരുകി വിളിക്കുന്നവനെ വ്യക്തമായി അവൻ്റെ അവസ്ഥ അറിയാവുന്ന ദൈവത്തെയാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1000 പ്രതികൂലങ്ങൾ നിങ്ങളുടെ ചുറ്റിൽ നിൽപ്പുണ്ടെങ്കിലും, 1000 ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പുണ്ടെങ്കിലും നിങ്ങളുടെ ഒറ്റ ആൻസറാണ് യേശു എന്നുള്ളത്. ഹല്ലേലൂയ. തൻ്റെ ശിഷ്യന്മാർ യേശുമായി മുമ്പോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ അമ്മയുടെ ഉദരം മുതൽ കുരുടനായ ഒരു മനുഷ്യനെ ഇരിക്കുന്നത് അവർ കണ്ടു. ഇടത്താണോ വലത്താണോ എന്നറിയത്തില്ല. പക്ഷേ യേശു അവനെ നോക്കുന്നത് കണ്ട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇവൻ കുരുടനായി പിറക്കത്തവണ്ണം ആരാണ് പാപം ചെയ്തത്? ഹല്ലേലൂയ. ഒരു വലിയ ചോദ്യമാണ് യേശു കർത്താവിനോട് ചോദിക്കുന്നത്. ഇന്ന് പകലും എന്നെ ശ്രദ്ധിക്കുന്ന പലരും അല്ലെങ്കിൽ ഇതേപോലെ ചോദ്യങ്ങളുടെ നടുവിലായിരിക്കും നിൽക്കുന്നത്. എനിക്ക് മാത്രം എന്താ ഇത്രയും പ്രശ്നം? ഞാൻ ഇത്രയും ആരാധനകൾക്ക് പോയിട്ടും, ഇത്രയും ഉപവസിച്ചിട്ടും, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രശ്നം മാത്രം തീരുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന് മുമ്പിൽ നിന്നിട്ട് ഞങ്ങൾക്ക് അവിടെ മരിക്കാൻ കല്ലറയില്ലാഞ്ഞിട്ടാണോ ഞങ്ങളുടെ ചെങ്കടലിന് മുമ്പിൽ കൊണ്ടുവന്നത്? ഹല്ലേലൂയ. അവർ മരണത്തെ കാണുന്നത്. പക്ഷെ മോശ, ദൈവത്തെ അറിഞ്ഞ മോശ വിളിച്ചു പറയാണ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവൻ. അല്ലെങ്കിൽ ഇന്ന് യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണത്തില്ല. നിങ്ങൾക്ക് മുമ്പിലും പുറകിലും സൈഡിലുമെല്ലാം അനേക ചോദ്യങ്ങളും പ്രതികൂലത്തിലുമാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ കർത്താവ് നിങ്ങൾക്ക് ആൻസർ പറയാൻ പോവുകയാണ്. യേശു നിങ്ങൾക്ക് ഉത്തരം പറയാൻ പോവുകയാണ്. നിങ്ങൾക്കാണ് എതിരുകളാണ് നിങ്ങളുടെ പ്രമോഷനായി തീരാൻ പോകുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇനി ഒരു മറുപടി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ക്വസ്റ്റ്യനുകളാണ് എൻ്റെ കർത്താവ് ചവിട്ടുപടിയായി തീർക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, മുമ്പിൽ സ്റ്റോപ്പ് എന്ന് എഴുതി കാണിക്കുമ്പോൾ ആ സ്റ്റോപ്പുകളെ എൻ്റെ കർത്താവ് സ്റ്റെപ്പാക്കും. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ ഇനി വഴിയില്ലെന്ന് പറയുമ്പോൾ ആലോചിച്ചോ,
നീ ഒരു പ്രൊമോഷനിലേക്ക് വരാൻ പോകുകയാണ്. ലോകത്താരും നേരിടാത്ത പ്രതികൂലങ്ങളുടെ നടുവിലാണ് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നതെങ്കിൽ ലോകത്താരും പറയാത്ത സാക്ഷ്യം പറയുവാൻ ദൈവം നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ ഒരു പത്മോസ് ഉണ്ടെങ്കിൽ ആ പത്മോസിനെ സ്വർഗമാക്കി തീർക്കാൻ കഴിയുന്ന ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ, ആ പ്രതിസന്ധിയുടെ നടുവിൽ, ആ ക്വസ്റ്റ്യനുകളുടെ നടുവിൽ നിങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കാമെങ്കിൽ എൻ്റെ യേശു നിങ്ങളുടെ ചോദ്യമല്ല, എൻ്റെ യേശു ആൻസറാണ്. ഹല്ലേലൂയ. ഇനി ചോദ്യം ചോദിക്കുന്നവർക്കും നിങ്ങളൊരു മറുപടിയായി തീരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ വായിച്ചു കേട്ട കുറിവാക്യത്തിലേക്ക് ഒന്നുകൂടി മടങ്ങി വരികയാണ്. ശിഷ്യന്മാർ ചോദിക്കുകയാണ്, അല്ലെ, ഇവൻ കുരുടനായി പിറക്കത്തവണ്ണം ആരാണ് പാപം ചെയ്തത്? ഹല്ലേലൂയ. ഇവനാണോ, ഇവന്റെ അപ്പനും അമ്മയാണോ ചെയ്തത്? ഹല്ലേലൂയ. യഹൂദ മതനിയമം അനുസരിച്ച് ജന്മനാ ഉള്ള രോഗങ്ങളെല്ലാം, ഹല്ലേലൂയ, പാരമ്പര്യമായ ശാപങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യമായ പാപത്തിൽ നിന്ന് വെളിപ്പെടുന്നതാണ്. ആയതിനാൽ യേശു കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇവന്റെ അപ്പനോ അമ്മയോ ഇവനോ പാപം ചെയ്തുകൊണ്ടാണോ ഇങ്ങനെ ആയിത്തീരുന്നത്? ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് അവിടെ കാണുന്നത്. ക്വസ്റ്റ്യൻ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു കൊളുത്തുന്നത് പോലെ ഒന്ന് വളഞ്ഞാണ് ഇരിക്കുന്നത്, അതിൻ്റെ താഴെ ഒരു കുത്തും കാണാൻ പറ്റും. അതില്ല. പക്ഷേ യേശുവിൻ്റെ അടുക്കലേക്ക് ആ ക്വസ്റ്റ്യനെ കൊണ്ടുവരുമ്പോൾ യേശു കർത്താവ് വളഞ്ഞിരിക്കുന്ന ഭാഗത്തെ പിടിച്ചു നിവർത്തും. അതോടെ അതൊരു വലിയ ആശ്ചര്യമായി മാറും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വലിയ സാക്ഷ്യമായി നിങ്ങൾ തീരാൻ പോവുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ വിശ്വസിച്ചോ, നിങ്ങളുടെ സാക്ഷ്യത്തിന് സമയമായി. യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് ഇതാ ശിഷ്യന്മാർ ചോദ്യമായി വരുമ്പോൾ യേശു കർത്താവ് പറയുന്ന മറുപടിയാണ് ഇന്നത്തെ പ്രഭാത സന്ദേശം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. അതിലേശു അവനെങ്കിലും അവന്റെ അമ്മ അപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിന് അത്രേ. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിന് ആമേൻ പറയാൻ തയ്യാറാകണം. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അനേക പ്രതികൂലത്തിൽ, അനേക പ്രതിസന്ധിയിൽ, അനേക ചോദ്യങ്ങളുടെ നടുവിൽ എൻ്റെ കർത്താവ് നിങ്ങളെ ഒറ്റപ്പെടുത്തുകയോ തനിച്ചാക്കുകയോ അല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ആ പ്രതിസന്ധിയെ ഇന്ന് കർത്താവ് അനുഗ്രഹമാക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വിലാപത്തെ കർത്താവ് നൃത്തമാക്കാൻ പോവുകയാണ്. ആരും പറയാത്ത സാക്ഷ്യവുമായി ഈ ദിവസങ്ങളിൽ നിങ്ങൾ എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. കാരണം യേശു കർത്താവ് ശിഷ്യന്മാരോട് മറുപടി പറയുക, അതിന് യേശു അവനെങ്കിലും അവൻ്റെ അപ്പന് അമ്മയെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവനിൽ വെളിവാകുവാനായിട്ട്. അനേക ചോദ്യങ്ങളുടെ നടുവിൽ നിൽക്കുന്ന, അനേക വഴിയടഞ്ഞ അനുഭവത്തിൽ നിൽക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഒരു ദൈവപ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടാൻ പോകുകയാണ്. യേശു എന്ന ആൻസർ നിങ്ങളിൽ വെളിപ്പെടാൻ പോകുകയാണ്. യേശു ഇതാ ആ കുരുട്ട് കണ്ണുകളെ തുറക്കാൻ പോകുന്നു. യേശു അവൻ്റെ അടുക്കലേക്ക് വരികയാണ്. വൈദ്യശാസ്ത്രത്തിനോ ലോകത്തിനോ ആൻസർ പറയാൻ പറ്റാത്തടത്ത് എൻ്റെ യേശു മറുപടി പറയാം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ എൻ്റെ കർത്താവ് ഇതേപോലെ നിങ്ങളുടെ വിഷയത്തിനകത്ത് മറുപടി പറയാൻ പോകുകയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളുടെ ഉത്തരമാകയാൽ, അങ്ങ് ഞങ്ങളുടെ ആൻസർ ആകയാൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ലോകത്തിന് ഇതുവരെയും കാണാത്ത ചില വലിയ സാക്ഷ്യങ്ങൾ ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന മക്കൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ കരം വെളിപ്പെട്ടതിനായി സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഹല്ലേലൂയ, എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു, ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂമിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് വീട്ടിലിരുന്ന ഇതേപോലെ ആരാധന അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വേറെയില്ല. അറിയാം, നേരിട്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാം, നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.